ഇന്നമാ വലിയക്കുമുല്ലാഹു, ഇന്നമാ വലിയക്കുമുല്ലാഹു അതിന്റെ അർത്ഥം തഫ്സീർ റാസി ഇല്ല കയ്യില്. നിങ്ങളാ സീക്കണോ ഇല്ല, ഖുറാന്റെ ഷെയ്ഖാണ് നടക്കണേ, ഖുറാൻ പഠിച്ച് ഭയങ്കര ഖുറാന്റെ എന്താ നിങ്ങൾ പറയല്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. CK ഖുർആൻ പഠിച്ച് അതിൻ്റെ ഷെയ്ഖാണ് എന്താ ഒന്നും പറയണ്ട. CK ഖുർആൻ പഠിച്ചിട്ടില്ല. CKക്ക് തെറ്റുകൂടാതെ ഫാത്തിഹ ഓതാൻ കഴിയില്ല. വലിയമറ ഇങ്ങളങ്ങനല്ല. ലോകത്ത് ആരേക്കാൾ കൂടുതൽ തെറ്റുകൂടാതെ ഫാത്തിഹ ഓതാൻ കഴിയുന്ന ഇങ്ങക്കാ വലിയമറ. കാരണം മരിച്ചെടുത്ത് പാഞ്ഞിപ്പായിട്ട് ഫാത്തിഹ ഓതണ്ടേ, അൽ ഫാത്തിഹ വിളിക്കണ്ടേ ഏടെ ചെന്നാലും. അപ്പം അതിലൊരു തെറ്റ് സംഭവിച്ചാൽ, ഒരു തെറ്റ് വന്നാൽ പിന്നെ ഓലെന്താ പറയുക, നമ്മയിലേറെ പിന്നെ വിളിക്കണ്ടെന്ന്. അതുകൊണ്ട് ലോകത്ത് ആരേക്കാൾ മറ്റ് ലോകത്ത് എവിടെയും ഫാത്തിഹ വിളിച്ച് പൈസ വാങ്ങില്ലാലോ, നിങ്ങളങ്ങനെയല്ലാലോ. അപ്പോൾ CKക്ക് തെറ്റുപറ്റും. ഖുർആൻ ഓതുന്നെടുത്ത് CKക്ക് തെറ്റുപറ്റും. നിങ്ങൾക്ക് തെറ്റുപറ്റില്ല, സുന്ദരമായിട്ട് ഓതാൻ കഴിയും. പക്ഷേ ഖുർആനിൽ ആ സൂറത്ത് ഫാത്തിഹയിൽ അള്ളാഹു എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അത് CKക്ക് അറിയാം. ഈ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിയാർക്കും അറിയില്ല സൂറത്തുൽ ഫാത്തിഹയിൽ എന്താ ഉള്ളത്. സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ മൗലവിമാർക്ക് ഓതാൻ കഴിയും. CKക്ക് അങ്ങനെയല്ല, തെറ്റുകൂടാതെ ഓതാൻ കഴിയില്ല. പക്ഷേ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു എന്താ പറഞ്ഞതെന്ന് CKക്ക് എല്ലാവർക്കും അറിയാം. ആ ബാക്കി പറ. ഭയങ്കര സംഭവമാണ്. ആ തഫ്സീർ റാസി ഇമാമ് എന്താ പറഞ്ഞത്, ഇന്നമാ വലിയക്കുമുല്ലാഹുവിന്റെ അർത്ഥം? റാസിമാം എന്താ പറഞ്ഞത്? നിങ്ങൾ പറ. റാസിമാം എന്താ പറഞ്ഞത്? ഇത് എന്റെ കീശിന്ന് എടുത്തത് അർത്ഥം വെക്കല്ല. അല്ല, നിങ്ങളെ കീശയൊന്നും എടുക്കണ്ട. റാസിമാം പറഞ്ഞത് തന്നെ പറ. കീശിന്ന് പറഞ്ഞ അർത്ഥം പറയല്ലേ, ഞാൻ പറഞ്ഞതരല്ല. മഹാന്മാര് ഇമാമിങ്ങളെ പറഞ്ഞ്, ഇമാമിങ്ങളെ അംഗീകരിക്കുന്നവരാണ്. നിങ്ങൾ ഇമാമിങ്ങൾ അംഗീകരിക്കുമല്ലോ. ഞങ്ങൾ ഇമാമിങ്ങൾ അംഗീകരിക്കുന്ന പോലെ നിങ്ങൾ അംഗീകരിക്കില്ല. കളവ് പറയല്ല. മുജാഹിദുകൾ ഇമാമിങ്ങളെ അംഗീകരിക്കുന്നത് പോലെ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഒരുത്തനും അംഗീകരിക്കില്ല. ബാക്കി പറ. നിങ്ങൾ ഇമാമിങ്ങൾ അംഗീകരിക്കൂല. ഞങ്ങൾ ഇമാമിങ്ങൾ അംഗീകരിക്കുന്നവരാ. നിങ്ങൾക്ക് തോന്നുമ്പോ അംഗീകരിക്കും, നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ മാത്രം അംഗീകരിക്കും. ഞങ്ങൾക്ക് പറ്റിയത് ഇമാമിങ്ങൾ അള്ളാഹു റസൂലും പറഞ്ഞതാ പറയുന്നതെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. ഓല അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ തള്ളിക്കളയും. ഒരിക്കെന്തും പറയാലോ. ഓല് പറയുന്നത്, ഇമാമിങ്ങൾ പറയുന്നത് അള്ളാഹു റസൂലും പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. ഓലെ സ്വന്തം അഭിപ്രായം പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ തള്ളിക്കളയും. ബാക്കി പറ. ഇല്ലെങ്കിൽ അംഗീകരിക്കുമല്ലോ. കാരണം അങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ. അതാണ് മുജാഹിദായത്. അല്ലെ മുജാഹിദ് അതുകൊണ്ടല്ലേ ഞങ്ങൾ മുജാഹിദായേ. ഓല് പറയുന്ന എന്തും അംഗീകരിച്ചാൽ ഞാളും ഇങ്ങളെപ്പോലെ തന്നെ സമസ്തക്കാരാവില്ലേ, ഖുറാഫികളാവില്ലേ. ഞങ്ങൾ മുജാഹിദുകളായത് എന്താണ്? ഓല് പറയുന്ന അബദ്ധങ്ങൾ തള്ളിക്കളിയും സുബദ്ധങ്ങൾ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ മുജാഹിദീങ്ങളായത്. അല്ല നിങ്ങളെപ്പോലെ തന്നെ സമസ്തക്കാരാവും ഞങ്ങളും. ബാക്കി അപ്പൊ ഇന്നമാ വലിയക്കുമുല്ലാഹു അതിന്റെ അർത്ഥം എന്താ? ഇന്നമാ വലിയക്കുമുള്ള എന്താ അർത്ഥം? നിങ്ങൾ പറ, അല്ലേ ഇമാമു പറഞ്ഞേ പറ. ഖുർആൻ അള്ളാന്റെ കലാമാണ്. അത് തോന്നിമാർ അർത്ഥം വെക്കാനുള്ളതല്ല, ഇമാമികൾ പറഞ്ഞതാണ് അർത്ഥം വെക്കേണ്ടത്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതിന് അർത്ഥം വെക്കേണ്ടി ഒരുത്തനുമല്ല, അത് അള്ളാഹ് വെക്കേണ്ടി, റസൂല പറഞ്ഞു തരേണ്ടി. ഒരു ഖുർആന്റെ ഒരു വചനത്തിന് അർത്ഥം വെക്കേണ്ടത് ഏതെങ്കിലും ഇമാമല്ല. അള്ള പറഞ്ഞു തരും. അള്ള പറഞ്ഞു തരുന്നതിൻ്റെ വിശദീകരണം റസൂല് പറഞ്ഞു തരും. വേറെ ഒരുത്തം പറഞ്ഞാലും അത് അതിൻ്റെ അർത്ഥമാവില്ല. ആ പറ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ അർത്ഥം വെക്കുക. അർത്ഥം വെക്കുക, അതല്ലേ പറഞ്ഞത്. അങ്ങനെ അർത്ഥം വെച്ചാൽ അവൻ കാഫറല്ലേ? ഓരോരുത്തരും ഇഷ്ടമുള്ള പോലെ അർത്ഥം വെച്ചാൽ അവൻ കാഫറ. ഖുർആൻ അള്ള എന്താണ് പറഞ്ഞ് അത് തന്നെ അർത്ഥം വെക്കണം. ആ പറ. മഹാന്മാരെ ഇമാമിങ്ങൾ, തഫ്സീറിന്റെ വ്യാഖ്യാതാക്കളുടെ ഇമാമിങ്ങള്, ഇമാം റാസിയെ പോലത്തെ വലിയ മഹാന്മാരാ. അവരെന്താ പറഞ്ഞ? ഇന്നമാ വലിയക്കുമുല്ലാഹു. അവരെന്താ പറഞ്ഞ് നിങ്ങൾ പറ. ഇന്നമാ വലിയക്കുമുള്ള അർത്ഥം പറ. ഓലെന്താ പറഞ്ഞ് നോക്കുക, അള്ള എന്താ പറഞ്ഞത് നോക്കുക. ആര് പറഞ്ഞത് സ്വീകരിക്കേണ്ടി? അള്ള പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടി, അതോ ഇമാമിങ്ങൾ പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടി? സഹായി, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹു സഹായിക്കും. അതിൽ നമുക്കും ഇങ്ങൾക്കും ഒരു തർക്കവും ഇല്ലല്ലോ. ലോകത്ത് ഒരാൾക്കുമില്ല. ലോകത്ത് മതവിശ്വാസികൾക്ക് ആർക്കും തർക്കമില്ല അള്ളാഹു സഹായിക്കും എന്ന കാര്യത്തിൽ. മറ്റെന്തേനും അള്ളാഹു റസൂൽ നിങ്ങളെ സഹായിക്കും.
അള്ളാന്റെ റസൂല് സഹായിക്കും. എപ്പോ? ജീവിച്ചിരിക്കുന്ന കാലത്ത്. അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാന്റെ റസൂലിന്റെ കഴിവിൽപ്പെട്ടത് റസൂൽ സഹായിക്കും. റസൂലിന്റെ കഴിവിൽപ്പെടാത്തതോ സഹായിക്കാൻ കഴിയില്ല. ആ ബാക്കി അള്ള എങ്ങനെ സഹായിക്കും അതുപോലെ റസൂലും സഹായിക്കും. അതുകൊണ്ടല്ല സമസ്തക്കാരെ നിങ്ങൾ മുശ്രിക്കുകളാന്ന് നമ്മൾ പറയുന്നത്. അള്ള എങ്ങനെ സഹായിക്കും അതുപോലെ റസൂലും സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ കൊടിയ മുശ്രിക്കാന്ന് പറഞ്ഞത്. മക്കാ മുശ്രിക്കുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ള എങ്ങനെ സഹായിക്കും അതുപോലെ ലാത്തെ ഹുസൈൻ മനാത്തി ഒക്കെ സഹായിക്കും എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിട്ടില്ല. ഓലേക്കാൾ കൊടിയ മുശ്രിക്കുകളാണ് നിങ്ങൾ. അള്ള എങ്ങനെ സഹായിക്കും അതുപോലെ തന്നെ റസൂലും സഹായിക്കും. എപ്പോ? റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ കഴിഞ്ഞിട്ടില്ല. റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിന്റെ കഴിവിൽപ്പെട്ട് മാത്രമേ റസൂൽ സഹായിച്ചിട്ടുള്ളൂ. പിന്നെ വഫാത്തിന് ശേഷം റസൂൽ ഒന്നും സഹായിക്കില്ല. ഒരണുമണി തൂക്കം റസൂൽ വഫാത്തിന് ശേഷം സഹായിക്കില്ല. ബാക്കി പറ. അള്ള കൊടുത്ത സഹായം കൊണ്ട് തന്നെയാണ് ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്നത്. അവരവരുടെ ദേവീദേവന്മാർ സഹായിക്കുന്നത് അള്ള കൊടുത്ത സഹായം കൊണ്ട് തന്നെയാണ്. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ എന്താണ്? അള്ള കൊടുക്കാത്ത കഴിവുണ്ട് എന്നാ. അള്ള കൊടുക്കാത്ത കഴിവ് ഞങ്ങളുടെ അമ്പിയാവലിയാക്കന്മാർക്ക് ഉണ്ട് എന്ന് അവർ പറഞ്ഞ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അത്? അള്ള കൊടുത്ത കഴിവ് ലാ ശരീക ലക് ഇന്നൽ ഹംദ എന്താണ് വന്യാമത്ത. അവിടെ എന്താ പറഞ്ഞേ? മക്കാ മുശ്രിക്കുകൾ എന്താ പറഞ്ഞേ? ലാ തംലിക്കുഹു. അവർക്ക് ഒരു കഴിവില്ല. അള്ള കൊടുത്ത കഴിവല്ലാതെ ഞങ്ങൾ അമ്പിയാവലിയാക്കന്മാർക്ക് ഇല്ല എന്നാണ് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്. അത് പറയാം മൗലവിമാർ നിങ്ങൾ വേണ്ട. അള്ള കൊടുത്ത കഴിവ് കൊണ്ടാണ് അമ്പിയാവലിയാക്കന്മാർ സഹായിക്കുന്നത് എന്ന് പറയാൻ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ വേണ്ട. അത് മക്കാ മുശ്രിക്കുകൾ എത്തുന്നയാൾ പഠിച്ചിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോ ഒരു സഹായം തേടി പോയതല്ലേ വൈദ്യരുടെ അടുത്തേക്ക്. നിങ്ങൾ എന്തിനു പോയി? ഞങ്ങൾ വൈദ്യരെ എടുത്ത് പോയത്, വൈദ്യരെ എനിക്ക് പല്ലുവേദനയാന്ന് പള്ളവേദനയാന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈദ്യരെ എടുത്ത് പോയി. വൈദ്യർ പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് വൈദ്യർക്ക് അറിയാമെങ്കിൽ മരുന്ന് തരും. ഇതുപോലെയാ വലിയ മരങ്ങൾ മരിച്ചു വലിയ എടുത്ത് പോന്നേ ആണോ? വൈദ്യർ മരിച്ചുപോയി. എന്നിട്ട് നിങ്ങൾക്ക് പല്ലുവേദനയായി പള്ളവേദനയായി. നിങ്ങൾ പൊരേന്ന് വൈദ്യരെ എൻ്റെ പല്ലുവേദന മാറ്റിത്തരണേ, എൻ്റെ പള്ളവേദന മാറ്റിത്തരണേ എന്ന് ഏത് വൈദ്യരെയാ വലിയ മരങ്ങൾ വിളിച്ച്? എന്തെങ്കിലും വിവരക്കേട് വിളമ്പല്ല. ഏത് വൈദ്യന്മാരെയാ വിളിച്ച്? നിങ്ങൾ വൈദ്യങ്ങളെ മുഹമ്മദ് നബീനെയും മുൻപത്തെ ബീബീനെയും ഒക്കെ വിളിക്കുന്നത് പോലെ ഏത് വൈദ്യരെയാ നിങ്ങൾ വിളിച്ച്? അത്ര ഒരു തൗഹീദിന്റെ വാക്താക്കാണ് നിങ്ങളിപ്പോ. അല്ല അള്ളാഹ് തരൂലെങ്കിൽ അള്ള മാറ്റി തരൂലേ? എന്തി പോയത് അവിടെ? എന്തിനാ അള്ള പറഞ്ഞത്? അവിടെ വൈദ്യരെ എടുത്ത് പോയത് അള്ള പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ നിങ്ങൾ ചികിത്സിക്കണം, വൈദ്യരുടെ അടുത്ത് പോകണം, അല്ലേ? നിങ്ങൾ സഹായം ചോദിക്കണം. ആരോട്? ജീവിച്ചിരിക്കുന്നവരോട്. താവനു അലൽ ബിരി വതഖ്വ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കണം. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം ബാധകമാണ്, മരിച്ചവർക്ക് ബാധകമല്ല. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പും ഇസ്ലാമില്ല. ആ ബാക്കി പറ. എന്തിനു പോയി? അള്ള പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗം വന്നാൽ ചികിത്സിക്കണം, അതിന് വൈദ്യർ എത്തു പോകണം. വൈദ്യർ മരിച്ചു പോയാൽ ഒരിടത്ത് പോവില്ല. വൈദ്യർ മരിച്ചു പോയാൽ നിങ്ങൾ മുൻപത്തെ ബീവിൻ്റെ അടുത്തും കുപ്പസ്വാമിൻ്റെ അടുത്തൊക്കെ പോകുന്നില്ലേ? അതുപോലെ ഞങ്ങൾ പോവില്ല. വൈദ്യർ മരിച്ചാൽ വേറെ വൈദ്യരെ നോക്കൂ. നിങ്ങളെങ്ങനെയാ? നിങ്ങൾ ഏതെങ്കിലും ഒരാൾ മരിച്ചു പോയ വൈദ്യരെ എടുത്തു പോയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വിവരക്കേട് വിളമ്പരുതെന്ന്. ആവശ്യം എന്തിനു പോയി? എന്തിനു കൊണ്ട് ആവശ്യമുണ്ടോ? അത് ശിർക്കാവൂലേ നിങ്ങളെ വാദം? അതെങ്ങനെയാ ശിർക്കാവുക? വൈദ്യരെ അടുത്ത് ഓറ പുരയിൽ പോയിട്ട് വൈദ്യരെ പുരയിൽ പോയിട്ട് എനിക്ക് പല്ലുവേദനയോ പള്ളവേദനയാന്ന് പറഞ്ഞാൽ ശിർക്കാവല്ല. മുനമ്പത്തെ ബീബീൻ്റെ അടുത്ത്, കുപ്പസ്വാമീൻ്റെ അടുത്ത്, മുഹമ്മദ് നബീൻ്റെ അടുത്ത് ഒക്കെ പോയിട്ട് പറഞ്ഞാൽ എനിക്ക് പള്ളവേദനയാ, എനിക്ക് പല്ലുവേദനയാ എന്ന് ഓലോട് പറഞ്ഞാൽ അത് ശിർക്കാണ്. വൈദ്യരെ എത്തുപോയാൽ ശിർക്കാവില്ല. മറ്റേ എത്തുന്താ ശിർക്കാവുന്നത്?
ഓലിക്ക് അള്ളാഹ് കാണുന്ന പോലെ നിങ്ങളല്ല പറഞ്ഞ് അള്ളാഹ് സഹായിക്കുന്ന പോലെ ഓല് സഹായിക്കും, അള്ളാഹ് സഹായിക്കുന്ന പോലെ വൈദ്യർ സഹായിക്കും നിങ്ങൾ പറയുമോ? അവർ നിങ്ങൾ അള്ളാഹ് സഹായിക്കുന്നത് പോലെ വൈദ്യർ സഹായിക്കും എന്ന് നിങ്ങൾ പറയുമോ? നിങ്ങളെന്താ പറഞ്ഞ് മുഹമ്മദ് നബി അള്ളാഹ് സഹായിക്കുന്ന പോലെ സഹായിക്കും, അതുകൊണ്ടാണ് നിങ്ങൾ മുശ്രിക്കാന്ന് പറഞ്ഞ്. വൈദ്യർ എടുത്തു പോകുന്ന ഒരുത്തനും മുശ്രിക്കാവില്ല. സഹായം തേടി പോയതാണ്. അല്ല വലിയവർ സഹായം തേടിപ്പോയതല്ല, സഹായം ചോദിക്കാൻ പോയതാണ്. വൈദ്യരെ എൻ്റെ പള്ളവേദന മാറ്റി തരണം എന്ന് വൈദ്യരെടുത്ത് പോയി പറഞ്ഞ് ഓറ് പൊരയിലുണ്ടായിട്ടാ പറഞ്ഞേ. അല്ലെങ്കിൽ ഓറ് വരുന്നവരെ കാത്തുക്കേണ്ടി വരും, എന്നാലേ പറയാൻ പറ്റൂ. നിങ്ങളെങ്ങനെയാ? നിങ്ങൾ ഏടുന്ന് വിളിച്ചാലും ഒരു കേൾക്കില്ലേ? ഏത് നീലത്തുനിന്ന് വിളിച്ചാലും വായു കൂടാതെ ഉത്തരം ചെയ്യുന്നവർ. അതുപോലെ വൈദ്യർ ഉത്തരം ചെയ്യാം വലിയ വിവരക്കേട് വളമ്പല്ലേ. ബാക്കി ഇതിനടുത്തേക്ക് ആ സഹായം അഭൗതികമാവട്ടെ ഭൗതികമാവട്ടെ എല്ലാ സഹായവും അതൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന വിശ്വാസ സുന്നികൾക്കുള്ളത്. അതെങ്ങനെ? ആ വിശ്വാസം സുന്നികൾക്കുള്ളല്ല, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം കൂടിയാ. ഓലാത് ആദ്യം പഠിപ്പിച്ചെന്ന് ഏത് സഹായവും അള്ളാന്റെ അടുത്തുനിന്ന് അള്ള കൊടുക്കുന്ന സഹായ ഉള്ളൂ എന്ന് മക്കാ മുശ്രിക്കുകൾ പഠിപ്പിച്ചെന്ന്. അത് പഠിപ്പിക്കുക നിങ്ങൾ വേണ്ട. പിന്നെ ബാക്കി ഏത് കഴിവും അള്ളാഹുവിൽ നിന്നാണ്, അത് ശിർക്കല്ല. ഏത് കഴിവും അള്ളാഹുവിന്റെ അടുത്തുനിന്നാ, അത് ശിർക്കാന്ന് ആരും പറഞ്ഞിട്ടില്ല. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിട്ടില്ല അത് ശിർക്കാന്ന്. ഓല് പറഞ്ഞ ഏത് കഴിവും അള്ളാന്റെ അടുത്തുനിന്നാ, അല്ലാതെ വേറെ അമ്പിയ വലിയക്കന്മാർക്ക് ഒരു കഴിവില്ല എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു. ഇത് പഠിപ്പിക്കുവാൻ നിങ്ങൾ വരുന്നത്? മക്കാ മുശ്രിക്കുകൾ 1400 വർഷങ്ങൾക്ക് അപ്പുറം പഠിപ്പിക്കുവാൻ നിങ്ങൾ വരുന്നത്? അത് ആ ചങ്ങ പറഞ്ഞ മനസ്സിലായി കൂടി. കിതാബ് ഓതി പഠിച്ചില്ല, കിതാബ് പഠിച്ചാൽ തിരിയും. മഹാന്മാരെ ഉസ്താദ്മാരെ അടുക്കൽ നിന്ന് ഓതി പഠിക്കണം, അപ്പത്തിൽ അല്ലെങ്കിൽ നട്ടം തിരി. മഹാന്മാരായ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഓതി പഠിച്ചെങ്ങനെ ഉണ്ടാവും? കേരളം കണ്ട ഏറ്റവും വലിയ മഹാനാണ്